മുസ്ലിം ലീഗിനെതിരെ വീണ്ടും നിലപാട് കടുപ്പിച്ച് വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ്. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം സയനൈഡാണ് ഈ പാർട്ടി. അവരുടെ കൂട്ടുപിടിച്ച് നിൽക്കുന്നവരെ ജയിപ്പിച്ചാൽ നമ്മുടെ സ്ഥിതി എന്താകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നു. മുസ്ലിം ലീഗിന്റെ ഭരണം വന്നാൽ നമ്മൾ നാട് വിടേണ്ടി വരും, നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. പേരിൽ തന്നെ മുസ്ലിം കൂട്ടായ്മ, എന്നിട്ട് മതേതര കൂട്ടായ്മയെന്ന് പറയുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കൊല്ലം പുനലൂരിൽ SNDP യോഗം നേതൃസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ആ വർഗീയ പാർട്ടിയാണ് നമ്മളോട് അവരുടെ കൂട്ടുപിടിച്ചിരിക്കുന്ന ഭാഗത്ത് ഏൽപ്പിച്ചാൽ നമ്മുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? അവരിരുന്ന കാലത്ത് ചെയ്തത് എന്താണ്? ഇനി വന്നാലുള്ള സ്ഥിതി വരുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപനങ്ങൾ കണ്ടില്ലേ? ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാനാണ് അവരുടെ മതരാഷ്ട്രമുള്ളവരാണ് അവരുടെ താല്പര്യം. അവരെന്ന് പറഞ്ഞാൽ സത്യത്തിൽ പറഞ്ഞാൽ നല്ല നല്ല വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടാസ്യം സയനൈഡാണ് ഈ ലീഗ് എന്ന് പറയുന്നത്. അത് തൊട്ട അപ്പം ചത്തുപോകും. അവർക്ക് മനുഷ്യത്വവും മര്യാദയും ഒരു വകതിനും അഴിയ പോയിട്ടില്ല. അവരുടെ ഓരോ പ്രസ്താവനകളും നിങ്ങൾ എടുത്തു നോക്കും. അറിയുന്നവരെ എതിർക്കുക എന്നോട് മാത്രമല്ല, ഒരുപാട് എന്നെ എതിർത്തില്ല. ഞാൻ നാളെ ത്യാഗം തയ്യാറാണെന്ന്. എനിക്ക് പേടിയൊന്നുമില്ല. എൻ്റെ മരണം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമല്ലേ സംഭവിക്കുള്ളൂ. ഒന്നുമില്ലാന്ന് നോക്കിയതാണെന്നേ, ഞാൻ ചത്തതാണെന്നേ. ഏറ്റവും പിന്നെ ആശുപത്രിയിൽ പിന്നെ രക്ഷപ്പെട്ടാൽ ഇപ്പോൾ 3 മാസം കടന്നതാണ്. അതുകൊണ്ട് മരണത്തെ എനിക്ക് ഭയമില്ല. ഞാൻ ഉള്ളത് പറയും, ഒത്തു പറയില്ല. ഇവരെല്ലാം വഞ്ചകന്മാർ, പിന്നോക്ക സമുദായം, ന്യൂനപക്ഷ സമുദായം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ചോർത്തി പലവിധ ന്യായങ്ങളും പറഞ്ഞ് കൊണ്ടുപോയവർ. അവരെ കണ്ടുപിടിക്കണം. അവർക്ക് എന്താ കുറ്റം പറഞ്ഞത്? അവർ നന്നായത് എങ്ങനെയാണ്? അവരുടെ കൂട്ടായ്മയിലൂടെയാണ്. വിവരങ്ങൾ മനോജ് നൽകും. മനോജ്, മുസ്ലിം ലീഗിനെതിരെ അങ്ങനെ നിലപാട് കടുപ്പിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. എന്തൊക്കെ ഗുരുതര ആരോപണങ്ങളാണ് ഈ മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുന്നത്? മുസ്ലിം ലീഗ് പ്രതികരിച്ചിട്ടുണ്ടോ മനോജ്? അശ്വതി, ലീഗിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചു പോകുന്നത്. ഇന്ന് ഈ പുനലൂരിൽ നടന്ന SNDP നേതൃസംഗമത്തിൽ അദ്ദേഹം ഈ തുറന്നു തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്നും അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു വാചകം കൂടെ പറയുന്നുണ്ട്. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഒരു പൊട്ടാസ്യം സയനൈഡാണ്. അവർക്ക് മനുഷ്യത്വമില്ല, അതുപോലെ തന്നെ അവർക്ക് വോട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നെല്ലാം തന്നെ SNDP ഭാരവാഹികളോടടക്കം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇത്തരം നിലപാടുകൾ വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചിരുന്നു. മലപ്പുറത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടക്കം കാര്യം അദ്ദേഹം നേരത്തെ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. അതിനെതിരെ വലിയ പ്രതികരണങ്ങൾ വന്നിരുന്നു. എങ്കിലും അദ്ദേഹം നിലപാട് മാറ്റില്ല എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. എനിക്ക് ആരെയും ഭയക്കേണ്ട കാര്യമില്ല, ഇത്തരം നിലപാടുകൾ തുറന്നു തന്നെ പറയുമെന്നുള്ള കാര്യം അദ്ദേഹം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മുസ്ലിം ലീഗിന്റെ ഭരണം വന്നാൽ നമ്മൾ നാട് വിടേണ്ടി വരും എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അവരുടെ ലക്ഷ്യം എന്താണ്? ഒരു മതരാഷ്ട്രമാണ് ലക്ഷ്യം. പേരിൽ തന്നെ മുസ്ലിം എന്നുള്ള ഒരു പദമുണ്ട്. അത് എന്നിട്ട് മതേതര കൂട്ടായ്മയാണെന്ന് പറയുകയാണ്. ഈ മുസ്ലിം അല്ലാത്ത ഒരു MLA എങ്കിലും മുസ്ലിം ലീഗിൽ ഉണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഈ മുസ്ലിം ലീഗിന്റെ കൂട്ടുപിടിച്ച് നിൽക്കുന്നവരെ ജയിപ്പിച്ചാൽ എന്താകും നമ്മുടെ സ്ഥിതി എന്നുള്ള കാര്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്തായാലും ലീഗിനെതിരെ തുറന്നടിച്ചുള്ള സംസാരം തന്നെയാണ് അദ്ദേഹം ഈ SNDP യോഗങ്ങളിലൊക്കെ നടത്തുന്നത്. ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കെയാണ് അദ്ദേഹം ഈ കാര്യം, ഈ നിലപാട് തുറന്നു പറയുന്നത്. എന്തായാലും ലീഗിന്റെ പ്രതികരണമൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇന്ന് മനോജ്, അങ്ങനെ മുസ്ലിം ലീഗിനെതിരെ വീണ്ടും നിലപാട് കടുപ്പിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഗുരുതര ആരോപണങ്ങളാണ് മുസ്ലിം ലീഗിനെതിരെ ഉന്നയിക്കുന്നത്.